കൊടുത്തിട്ടാണ്. കാരണം സിനിമാ ടൂറിസത്തിലൂടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ കാര്യമായ കാതലായ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് കഴിയുന്ന ഒരു സന്ദർഭം എല്ലാ തരത്തിലും കേരളത്തിൽ നിലപാടുള്ള തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പോൾ 2000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. ഇവിടുന്ന പൈസ 90% കേന്ദ്ര ഗവൺമെന്റ്, 10% സ്റ്റേറ്റ് മുടക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒളിച്ചടിക്കുന്നത് മാത്രമാണ്. അതിൽ 60-40 ഷെയറിംഗ് വരുന്നതോടുകൂടി ഒരു സംസ്ഥാനത്ത് എങ്ങനെ താങ്ങാൻ പറ്റും? ഇവിടുന്ന് GST വഴി എല്ലാ പണവും കൊണ്ടുവന്നു, സ്റ്റേറ്റിന്റെ വിഹിതം എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു, സ്റ്റേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമ്പത്ത് തരുന്നില്ല. എന്നാൽ സ്വന്തം കാര്യം നിന്ന് ഏതെങ്കിലും തരത്തിൽ 10 പൈസ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെല്ലാം പൊളിക്കുക. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ പറ്റുമോ? ഏതെങ്കിലും ആള് സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി അടുത്ത പ്രാവശ്യം മേള നടത്തും? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. എല്ലാ സിനിമയും കേരളത്തിൽ കാണാനുള്ള അവകാശം നമ്മുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശത്തിൽ ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യം ഇത്ര മാത്രം മാതൃകാപരമാണ് ലോകത്ത്. അതിന്റെ ഏറ്റവും വലിയ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്. വലിയ തരത്തിലുള്ള വിയോജിപ്പുകളും ഭിന്നിപ്പുകളും രാജ്യത്ത് വളർന്നു വരും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും വലിയൊരു വേണം, ഇന്ത്യയുടെ ഏറ്റവും വലിയ വേണം, ലോകത്തെ തന്നെ എടുത്തു പറയാതൊരു വേണം. 10-29 വർഷമാണ് 30 എഡിഷൻ വന്നു. എത്ര വിജയകരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷത്തെ പ്രയത്നമാണ് ഒരു മേള എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല. ഇത്രയും സിനിമ കണ്ടുപിടുത്തി ഇത് പരിശോധിച്ച് ഈ മേള ഒരു പരാതിയില്ലാതെ, ഞാനിപ്പോൾ അഭിപ്രായം 5 വർഷം മന്ത്രി എന്നുള്ള നിലയിൽ ഇതിന്റെ ആദ്യാവസാനം ഇടപെടുന്ന ഒരാളാണ്. ചലച്ചിത്ര അക്കാദമി വളരെ ഫലപ്രദമായി അവരുടെ ലീഡർഷിപ്പിൽ ഒരു പരാതിയുമില്ലാതെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മെച്ചപ്പെട്ടൊരു പറ്റി. കഴിഞ്ഞ വർഷത്തെ മേള എന്ന് പറയുമ്പോൾ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ കുറച്ച് പരിമിതിയും പോകുന്നു. കഴിഞ്ഞ വർഷത്തെ മേള വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രോഗ്രാമുകളോടുകൂടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അത്രമാത്രം ലോകം ശ്രദ്ധിക്കുന്ന ഒരു മേളയെ തകർക്കാൻ, കൈകാര്യം ചെയ്യാൻ ഇതൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആരെയൊക്കെ ഭയപ്പെടുന്നു അതിന്റെ ഭാഗമാണെന്നാണ് ഞാൻ